ഹായ്, അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കായൽ തീരമാണ്. ഇവിടുത്തെ ഭംഗി കണ്ടപ്പോൾ എനിക്ക് എന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വെച്ചൊരു ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്താലോ എന്ന് ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഔട്ട്ഡോർ കുക്കിംഗ് ആകുമ്പോൾ എന്തായാലും വൈകിട്ടൊരു ഗ്രില്ല് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾ ഇലാറ കിച്ചണിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതാകുമ്പോൾ ഒരു 3 മണിക്കൂർ മുന്നെയെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ആവശ്യത്തിന് ഉപ്പും 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ മസാല ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ചിക്കൻ്റെ ഓരോ പീസിലും നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനി ഒരു മസാല കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പച്ച കുരുമുളകും 1 ടേബിൾ സ്പൂൺ തൈരും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും 2 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും തരം നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കായലിൻ്റെ തീരത്തേക്ക് എത്തി. അപ്പോഴുള്ള കാഴ്ചയാണിത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. അതിനുശേഷമുള്ള എല്ലാ പണികളും ചെയ്തത് ഇക്കായും അനിയനും അനിയൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടാണ്. ഇതേ കണ്ടില്ലേ, എല്ലാവരും ഇപ്പോൾ ചിരട്ടയിലേക്ക് തീ കത്തിച്ച് കനലുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിരട്ടയൊക്കെ കൂട്ടിയിട്ട് അതിലേക്ക് കർപ്പൂരം ഇട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചിരട്ട നല്ലപോലെ കത്തിയതിന് ശേഷം ഇതിലേക്ക് ചാർക്കോളിട്ട് കനലാക്കി എടുക്കാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ഇങ്ങനെ കത്തി വരാൻ തന്നെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കത്തി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിരട്ടയൊക്കെ നല്ലപോലെ കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ചിരട്ടയും ചാർക്കോളും ഒക്കെ കത്തി നല്ല കനലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കനൽ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഗ്രില്ലൊന്ന് വെച്ച് ചൂടാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഗ്രില്ലിലേക്ക് കുറച്ച് ഓയിലും നാരങ്ങ നീരും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ പീസ് വെച്ചതിന് ശേഷം അത് കനലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരേപോലെ കനലിൽ തന്നെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് രണ്ട് സൈഡിലേക്കും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുത്തത്. ആദ്യത്തെ സെറ്റ് ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്രില്ലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. അതും ഇതുപോലെ രണ്ട് സൈഡും മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുക. ഒരേപോലെ ഒരു സൈഡ് കനലിൻ്റെ പുറത്ത് വയ്ക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. കാര്യം ഇപ്പം കനലിന് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയാകാറായി. ഇതേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇവിടെ നിന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. ഗ്രില്ലാകുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തതുകൊണ്ടാകാം സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. അടുത്ത സെറ്റ് ചിക്കനും റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി, എല്ലാവരും കൂടി കഴിക്കാനിരുന്നു. മയനൈസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.